എന്തായാലും നീ വന്നല്ലോ. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? സുഖമായിട്ടിരിക്കുന്നോ നീ? എടാ, എന്തു പറ്റിയടാ? നീ എന്താ പെട്ടെന്ന് ഇങ്ങ് വന്നേ? വരുന്നൊന്നും വിളിച്ചു പറഞ്ഞതുപോലും ഇല്ലല്ലോ. മാമോനെ, നീ ഇങ്ങോട്ട് ഇരിക്കേ. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ വന്നത് തനിച്ചല്ല, ശിവാനി കൂടെ എന്റെ ഒപ്പം ഉണ്ട്. എന്താ ശിവാനി, നീ അവിടെ തന്നെ ഇങ്ങ് നിന്ന് കളഞ്ഞ് ഇങ്ങോട്ട് കേറി വാ. നീ മടിക്കണ്ട, നീ പുറത്ത് നിൽക്കേണ്ടവളല്ല. ഈ വീട്ടിനകത്ത് കയറേണ്ട എല്ലാ അവകാശവും നിനക്കുണ്ട്. കയറി വാ ഇങ്ങോട്ട്. ഒരാള് വീടിന്റെ വാതിൽക്കൽ വന്ന് നിന്നാ കേറി വാന്ന് പറയാനുള്ള സംസ്കാരം പോലും ഇല്ലാത്തവരാ ഈ വീട്ടില്. ആന്റിക്കെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയല്ലോ. അതെ, സംസ്കാരത്തിനെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. മോനെ പ്രണവേ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഇന്നും കുടിച്ച് ഇവിടുത്തെ സൽക്കാരം സ്വീകരിക്കുമെന്നും അല്ല ഞാൻ വന്നത്. എനിക്കൊരു ആവശ്യം പറയാനുണ്ട്. ഗൗതവും നിധിയും ചേർന്നിട്ട് ഒരു പെർജുറി കേസ് ഫയൽ ചെയ്യാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അത് വേണ്ടാന്ന് അമ്മ തന്നെ മോനോട് മരുമകളെടുത്ത് പറഞ്ഞേക്കണം. അതെന്തിനാ കേസ് വേണ്ടാന്ന് വെക്കുന്നത്? അതിനിപ്പോ എന്താ കുഴപ്പം? അങ്ങനൊരു കേസ് മൂവ് ചെയ്താൽ അത് ബാധിക്കുന്നത് പ്രണവിനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നാവടക്കി മിണ്ടാതെ നിന്നോണം. ഞാൻ സംസാരിക്കുന്നതേ എന്റെ മകനോടാ. അതിനിടെ കയറി നീ അഭിപ്രായം പറയണ്ട. നോക്ക് പ്രണവേ, ഗൗതമ നിധിയും കേസ് കൊടുക്കുന്നത് CKCയുടെയും ജ്യോതിർമയുടെയും പേർക്കാ. അത് നിന്നെ ഇങ്ങനെ ബാധിക്കാനാ? നിന്നെ തട്ടിക്കൊണ്ടുപോയത് CKCയുടെയും ജ്യോതിർമയുടെയും പ്ലാനിംഗ് അനുസരിച്ചാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാരാ? അവരല്ലേ ജയിലിൽ പോകേണ്ടതും. ഒരു കള്ളം പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവുന്നുള്ളത് വെറുതെ പറയുന്നതാണ്. ഗൗതവും നിധിയും അല്ല എന്നെ തട്ടിക്കൊണ്ടു പോയ എന്ന് 1000 വട്ടം അമ്മ പറഞ്ഞാലും സത്യമല്ലാതാവുന്നില്ലല്ലോ. ഗൗതവിന്റെ നിധിയുടെ കള്ളക്കളിയൊക്കെ എനിക്ക് ബോധ്യമായതാ. ഞാൻ സ്വത്തും ബിസിനസ്സും ഒക്കെ ചോദിക്കുമെന്നായപ്പോഴത്തേക്ക് എന്നെ തട്ടിക്കൊണ്ടങ്ങ് പോയി. ഒടുവിൽ പിടിക്കപ്പെട്ട് ജയിലിലായി ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് വലിയ രക്ഷകയുടെ വേഷം കെട്ടി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. എല്ലാം കഴിഞ്ഞപ്പോ വീണ്ടും എന്നെ ജയിലിലാക്കാനുള്ള പുതിയൊരു തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അമ്മയാണ്. അമ്മ തന്നെ ആ കേസോട്ട് മുന്നോട്ട് പോരുതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞേക്കണം. നോക്കു പ്രണവേ, ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്നത് കേട്ട് വിഡ്ഢിത്തരം ചിന്തിക്കരുത്. നീ പറഞ്ഞതുപോലെ ഇപ്പം ഗൗതമ നിധിയും തന്നെയാണ് നിന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ കേസ് കൊടുത്താൽ കുടുങ്ങുന്നത് അവര് തന്നെയല്ലേ? അതിന് നീ എന്തിനാ പേടിക്കുന്നത്? ആന്റി വലിയ ബുദ്ധി സാമർത്ഥ്യത്തിന്റെ രീതിയിൽ സംസാരിക്കൊന്നും വേണ്ട. ഗൗതവും നിധി ഇപ്പൊ ഉന്നം വച്ചിരിക്കുന്നത് CKC അങ്ങളുടെ ജ്യോതി ആന്റിയൊന്നും അല്ല, പ്രണവിനെ തന്നെയാ. അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണമെന്ന് പറയുന്നത്. നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ മിണ്ടാ നിന്നോണം അവിടെ. അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ലമ്മേ. ഗൗതമിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. പറയുമ്പോ CKC അങ്കിളിനെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ അങ്ങ് പറയും. ആര് കണ്ടാലും അങ്ങനെ തോന്നത്തുള്ളൂ. അതിന് ഫൈനൽ റിസൾട്ട് എന്തുമായിരിക്കും? ഞാൻ അങ്ങ് ജയിലിൽ പോവും. അതോടെ എന്റെ ശല്യം ഒഴിവാക്കി എടുക്കാലോ ഗൗതമിന് നിധിക്കും. വെറും വിഡ്ഢി ആകല്ലേടാ നീ. നീ എങ്ങനെ ജയിലിലാകുന്ന നീ പറയുന്നത്? ഈ പെർജുറി കേസ് എന്താണെന്ന് ഇപ്പൊ എനിക്കും അറിയാം. കോടതിയിൽ കള്ളമൊഴി കൊടുക്കുകയും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് എതിരെയുള്ള കേസാ. അത് നിനക്കെതിരെ ആകണമെങ്കിൽ നീ കോടതി പറഞ്ഞിരിക്കുന്നത് കള്ളമാകണം, അല്ലേ? അപ്പൊ ഗൗതമ നിധിയും ചേർന്നാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് നീ കോടതി പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? അത് കണ്ടുപിടിക്കുന്നു പേടിച്ചിട്ടാണോ കേസ് കൊടുക്കരുതെന്ന് പറയുന്നത്? ഏട്ടത്തി എന്താ വക്കീലന്മാരെ പോലെ ക്രോസ് വിസ്താരം ചെയ്യുന്നേ? നീ മിണ്ടാതിരിക്കും വസുന്ധരെ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എനിക്ക് കിട്ടിയാൽ മതി. കൂടുതലൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പെർജുറി കേസിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. ഗൗതമിനോടും നിധിയോടും കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് എനിക്ക് പറയണമെങ്കിൽ നിന്റെ ഭാഗത്ത് എന്തേലും ന്യായം ഉണ്ടായിരിക്കണം.
അതില്ല പ്രണവേ. നീ എന്താടാ മോനെ ഇങ്ങനെ? ഞാൻ നിന്റെ അമ്മയല്ലേ. നിനക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ഞാൻ ചെയ്യോ? ഞാനതിന് കൂട്ടു നിൽക്കോ? നീ ഒരു കാര്യം വിശ്വസിക്കേ, ഗൗതമോ നിധിയോ ഞാനോ നിനക്കെതിരെ ഒന്നും ചെയ്യില്ല. ഇപ്പൊ അവർ ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് പോലും നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. നോക്കു മോനെ, സത്യം തെളിയണം. നേരായിട്ട് തന്നെ നീ മനസ്സിലാക്കാൻ വേണം. അതിനു വേണ്ടിയിട്ടാ ഈ കേസ്. അവരീ കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ. കോടതിയിൽ എല്ലാ പുകമറയും മാറി നേരെ വെളിച്ചത്ത് വരും. അപ്പൊ നിനക്ക് CKCയുടെയും ജ്യോതിർമയുടെയും യഥാർത്ഥ മുഖം മനസ്സിലാവുകയും ചെയ്യും. ഈ തള്ള പറഞ്ഞു പറഞ്ഞ് പ്രണവിന്റെ മനസ്സ് മാറ്റിയെടുക്കുന്ന പോലെ ഉണ്ടല്ലോ.